നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പല കാര്യങ്ങളും ഓർത്തങ്ങ് ചിരിച്ചു പോയതാ എന്റെ കുഞ്ഞമ്മായി. നിനക്കെങ്ങനെ ഓർക്കാനും അയവിറക്കാനും ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അയവിറക്കുന്നോ? അതെന്തോന്നു? അല്ല, ഈ പശുവും പോത്തുമൊക്കെയില്ലേ നിന്നെ പോലുള്ള നാൽക്കാലികള്. മൈഥിലി ആ മുറിയിൽ കിടന്നോട്ടെ, അതിന് ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ മീനാക്ഷിയും കുഞ്ഞും അവിടെ ഉണ്ടാവും. ഇതുകൂടി മുത്തശ്ശി സമ്മതിച്ചില്ലെങ്കിൽ ആ മുറിയിലേക്ക് ഞാനില്ല. എന്റെ കുഞ്ഞുമക്കളുടെ ജീവിതം തകർക്കാൻ ഈ മുത്തശ്ശി എടുത്ത തീരുമാനമൊന്നും അല്ല ഇത്. ജോത്സ്യർ പറയുന്നത് ദൈവ തീരുമാനങ്ങളാ. ദൈവ തീരുമാനങ്ങൾ നടപ്പിലാക്കണം, ഇല്ലെങ്കിൽ മനുഷ്യരില്ല. മുത്തശ്ശി, വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? ആ ഉടവാളിന് വേണ്ടി ഞാൻ എൻ്റെ ഭാര്യയെ പ്രേരിപ്പിച്ച് പല തരികട വേലകളും വെച്ച് ഞാൻ അവളെ കാർത്തിയുടെ അടുത്തേക്ക് അയക്കുക. ഒടുവിൽ ഡെമോക്രസിൻ്റെ വാള് പോലെ അതെൻ്റെ തലയ്ക്ക് മീതെ തന്നെ തൂങ്ങും. ഹലോ. അല്ല, എന്തായി അവിടുത്തെ കാര്യങ്ങൾ? എല്ലാം സക്സസ്. ഞാൻ കാർത്തിയുടെ ബെഡ്റൂമിലേക്ക് പോവുക. മീനാക്ഷിയെ തീ തീറ്റിക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമായുള്ള ആദ്യ രാത്രി. അവളെ അവനെ അകറ്റണം, എന്നേക്കുമായി പിരിക്കണം. അതുമാത്രമായിരിക്കണം നിന്റെ ലക്ഷ്യം. അത് മാത്രമായിരിക്കും എന്റെ ലക്ഷ്യം. അവര് തമ്മിൽ അടിവെച്ച് പിരിയുന്നത് കണ്ടിട്ട് ആ ഉടവാളും എടുത്തുകൊണ്ട് എന്റെ മടക്കം. വെരി ഗുഡ്. ഇതൊരു റിസ്ക്കുള്ള ഡ്രാമയാണ്. അവന് നിന്നോടൊരു പകയുമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം നിന്നെ ഓർമ്മപ്പെടുത്തുക. എന്താ? ഒരു സാഹചര്യത്തിലും നീ വഴുതി വീഴരുത്. നീ നഷ്ടപ്പെട്ട പിന്നെ ഞാനില്ല. എന്ത് മര്യാദകേടാണടാ പറയുന്നത്? അവനെ അവളെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഞാൻ അവന്റെ വലയെ വീഴുവെന്നോ? ഞാൻ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ, അത് നിന്നെയാ. നിന്നെ മാത്രം. സോറി മൈഥിലി. നീ ചെല്ല്. ഗുഡ് നൈറ്റ്. ഐ വിൽ പ്രേ ഫോർ യു. ശരി, ഗുഡ് നൈറ്റ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച രണ്ടിനെ ഞാൻ കൊന്നുകളയും. അങ്ങനെ പാരകൾക്ക് പിന്നാലെ പാരകൾ വെച്ച് മീനാക്ഷിയുടെ കാര്യത്തിനൊരു തീരുമാനമായി. അവൾ ഇനി പതുക്കെ കെട്ടിത്തൂങ്ങി ചത്തോളും, അല്ലെങ്കിൽ വിഷം അടിച്ചോളും. നീ എന്താടി മനപ്പായസം കുടിച്ച് രസിക്കുന്നോ? നല്ല ശർക്കര പായസം കുടിക്കുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ നിന്റെ മുഖത്ത്. ഞാൻ പല കാര്യങ്ങളും ഓർത്തങ്ങ് ചിരിച്ചു പോയതാ എന്റെ കുഞ്ഞമ്മായി. നിനക്കെങ്ങനെ ഓർക്കാനും അയവിറക്കാനും ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അയവിറക്കുന്നോ? അതെന്തോന്നു? അല്ല, ഈ പശുവും പോത്തുമൊക്കെയില്ലേ നിന്നെ പോലുള്ള നാൽക്കാലികള്. അതുങ്ങളെ
ഈ പുല്ലും പടപ്പും ഒക്കെ ആദ്യം അങ്ങ് വെട്ടി വിഴുങ്ങും. പിന്നെ സ്വസ്ഥതയും സമാധാനവും ഉള്ള അവസരത്തില് അത് വയറ്റീന്ന് തിരിച്ചെടുത്ത് ആസ്വദിച്ച് അവ ചവയ്ക്കും. അതിനാ അയവെറുക്കുന്നെന്ന് പറയുന്നേ. ആ, നീ പുല്ലൊന്നും അല്ലല്ലോ അയവെറുക്കുന്നത്, മധുരിക്കുന്ന ഓർമ്മകളല്ലേ? ഞാൻ ആ മീനാക്ഷിയുടെ കാര്യം ഓർത്ത് വിഷമിക്കുമായിരുന്നു. സത്യത്തിൽ അവളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടം വരിക, കരച്ചിലും വരുന്നുണ്ട്. ആ, നീയേ മാറി നിന്നങ്ങ് കരയും. കാണാനേ നല്ല രസമായിരിക്കും. നിങ്ങളെന്ത് ഇപ്പൊ അവളുടെ പക്ഷം ചേർന്നോ? ഞാൻ ആരെയും പക്ഷം ചേർന്നതല്ല. എനിക്ക് എന്നെ തന്നെ തീരെ പിടിക്കാൻ നടക്കാം. എന്റെ കാരണത്തിട്ട് ഞാൻ തന്നെ അടിക്കാൻ പോവാ. അയ്യോ ജഗദീഷേട്ടൻ, അയാളെ വെടികൊണ്ട കാട്ടുവന്നെ പോലെയാ വരുന്നത്. ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ഓടിക്കും. ഓ, സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോ കാണുന്ന രണ്ട് അപശകുനങ്ങളെയാണല്ലോ. കത്തിപ്പോഞ്ഞു നിൽക്കുന്നവന്റെ ശരീരത്തിലോട്ട് പിന്നെയും കറണ്ടടിച്ച എന്തോ ചെയ്യും? എവിടെയാ അമ്മ? അത് അമ്മ. ജഗദീഷേട്ടാ, അത് പിന്നെ ദേ, മിണ്ടരുത്. ഒരു കാര്യം ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞേക്കാം. സമാധാന ചർച്ചയും കൊണ്ട് എന്റെ മുന്നിലേക്ക് വന്നേക്കരുത്. ജഗദീഷേട്ടാ, ഞാനൊന്നും പറയാൻ വന്നതല്ല. പറയണ്ട. ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു. അത് എന്റെ അമ്മയോട് നേരിട്ട് ചോദിക്കാനാണ് ഞാൻ വന്നത്. ആ, എന്താ മീനാക്ഷി ഇത്? നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നു അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്താ ഞാൻ അറിഞ്ഞത് ശരിയാണോ? ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത ചില കാര്യങ്ങൾ അതറിഞ്ഞ് പുകഞ്ഞോണ്ടിരിക്കുക ഞാൻ. കത്തുന്നതിന് മുമ്പ് സത്യം എനിക്കറിയണം. ഞാൻ ഇന്നേ വരെ, ജനിച്ചിട്ട് ഈ ദിവസം വരെ എന്റെ അമ്മയോടോ അച്ഛനോടോ ധിക്കരിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നെനിക്കത് പറയേണ്ടി വരും. പറയടാ, എല്ലാവരുടെ നാവീതം ഞാൻ കേട്ടോണ്ടിരിക്കുക. ഇനി നീയും കൂടി എന്തിനാ ബാക്കി വെക്കുന്നേ? കേക്കട്ടെ, എന്താ നിനക്ക് പറയാനുള്ളത്? പറയാനല്ല, ചോദിക്കാനുള്ളത്. അത് ഇളയ മകന്റെ അധിക പ്രസംഗമായിട്ട് അമ്മ കണക്കാക്കുകയും വേണ്ട. ഇൻട്രഡക്ഷനും ഡിസ്ക്രിപ്ഷനും ഒന്നും വേണ്ടടാ. നീ കാര്യം ചോദിക്കേ. അമ്മേ, ഏതെങ്കിലും ഒരു വിവരം കെട്ട ജോത്സ്യം പറഞ്ഞു എന്ന് കരുതി ലോകത്തൊരിടത്തും നടന്നിട്ടില്ലാത്തൊരു കാര്യം ഈ വീട് നടപ്പിലാക്കണം. വാഴപ്പാടി രുദ്രൻ നമ്പൂതിരിപ്പാട് വിവരം കെട്ട ജോത്സ്യരൊന്നുമല്ല. ഓ, അമ്മയ്ക്ക് അന്ധവിശ്വാസമാണ്. എനിക്ക് ഉറച്ച വിശ്വാസമാ. എന്റെ കുടുംബം തകരാതിരിക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആപത്തുകൾ ഉണ്ടാകാതിരിക്കാനുമാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. ആ ജോത്സ്യര് പറഞ്ഞത് എനിക്ക് അനുസരിച്ചേ പറ്റൂ. എനിക്കത് നടപ്പാക്കിയേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.